ലവ് യു. സർജറി കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ നീ തിരിച്ചു വരും. സത്യം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട് നിനക്ക്. ജന്മം നിനക്ക് വേണ്ടി മാത്രമുള്ളതാ. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ആ വിശ്വാസത്തോടെ ധൈര്യമായിട്ട് പോയിട്ട് വാ. മതിയായില്ല നിനക്ക്? കാമുകൻ കാമുകയുടെ കൈ പിടിച്ച് അന്ത്യയാത്രയാക്കിയത് നീ കണ്ടതല്ലേ? അതാണോ നിനക്ക് വലുത്? അതോ നിന്റെ അനിയത്തിയോ? എനിക്ക് വലുതാ എന്റെ ജീവിതം. സത്യോട് സുധി ലവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താ തെറ്റ്? അതിലൊരു തെറ്റുമില്ലേ? ഞാനുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചതും ആ സുധി തന്നെയാ. അത് ഇത്ര വേഗം നീ മറന്നുപോയോ? ഓ, അതാണോ കാര്യം? നിനക്കതൊരു നിസ്സാര പ്രശ്നമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ ആയിരിക്കില്ല. എന്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഒരു കണക്കിന് പറഞ്ഞ നീയും സുധിയും ചേരേണ്ടവർ തന്നെയാ. ഇത്രയ്ക്ക് കറക്റ്റായ ജോഡികളെ കിട്ടാൻ പണിയാ. കളിയാക്കാണോ? അല്ല, സുധിയുമായി കല്യാണം നിശ്ചയിച്ചിട്ടുള്ള നീ രാഹുലിനെ പ്രണയിക്കുന്നില്ലേ? അവന് നീ വാക്കുകൊടുത്തിട്ടില്ലേ? അതിലൊന്നും ഒരു തെറ്റുമില്ലേ? അല്ലെങ്കിലും ഏത് നിമിഷത്തിലും വലിച്ചെറിയാൻ പറ്റിയ പാകത്തിലായിരുന്നല്ലോ നീ സുധിയെ കൊണ്ടു നടന്നിരുന്നത്. നീ സുധിയെയും രാഹുലിനെയും കൊണ്ടു നടന്നതുപോലെ തന്നെ സുധി നിന്നെയും സത്യയെയും കൊണ്ടു നടക്കുന്നു. വിവാഹത്തോടടുക്കുമ്പോ ആരെങ്കിലും ഒരാളെ അവന് വലിച്ചെറിയായിരിക്കും. അത് നിന്നെ ആവരുതെന്ന് പ്രാർത്ഥിച്ചു.
സത്യ തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അറിയില്ല. ഇപ്പൊ ചോദിക്കാൻ പാടില്ലാത്തതാണ്, എങ്കിലും ചോദിക്കാതെ വയ്യ. എന്താ? ദിവ്യമായി വിവാഹം നിശ്ചയിച്ച നീ എന്തിനാ സത്യയ്ക്ക് വാക്കുകൊടുത്തത്? അത് നിന്റെ മനസ്സ് ചുട്ടുപൊള്ളുകയാണെന്ന് അറിയാഞ്ഞിട്ടല്ല, എങ്കിലും വേണ്ടിയിരുന്നില്ലടാ. എനിക്കപ്പോ അത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. സത്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, അത് മാത്രമേ ഞാനപ്പോൾ ആലോചിച്ചുള്ളൂ. വരാൻ പോകുന്നത് എത്ര വലിയ അപകടമാണെന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ നീ? അതൊക്കെ ഓർത്ത സത്യ ചിലപ്പോൾ നമുക്ക് ജീവനോടെ ലഭിച്ചെന്ന് വരില്ല. എന്നാലും സുധി, അവളുടെ മനസ്സ് നിറയെ ഞാനാ. എൻ്റെ മറുപടിക്ക് വേണ്ടി മാത്രമാ ആ ഹൃദയം അപ്പോൾ മിടിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞതാണെന്ന് ഞാൻ എങ്ങനെ പറയും അവളോട്? പക്ഷേ ഇപ്പൊ സത്യയുടെ മനസ്സ് നിറയെ സന്തോഷമുണ്ട്. മനസ്സിന്റെ ആ സന്തോഷം അവളുടെ ശരീരത്തെ രക്ഷിക്കും. സത്യയുടെ ജീവനല്ലേ ഇപ്പൊ നമുക്ക് വലുത്. അത് നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് സത്യയോട് ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായടാ, നിന്റെ മനസ്സ് ഒരുപാട് വലുതാ. എനിക്കിപ്പോൾ നിന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നു. നിനക്ക് മനസ്സിലായതുപോലെ ഒരു ദിവസം സത്യയ്ക്കും എന്നെ മനസ്സിലാവും. എല്ലാം അവളുടെ ജീവന് വേണ്ടി മാത്രമായിരുന്നെന്നറിയുമ്പോൾ സത്യ തീർച്ചയായും എന്നോട് ക്ഷമിക്കും. ക്ഷമിക്കും. സത്യയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതേ നമുക്ക് ചെയ്യാനുള്ളൂ. കർത്താവേ, എന്തായാലും നിങ്ങൾ തമ്മിലുള്ള പൊരുത്തം 100-ൽ 100 തന്നെയാ. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ജീവനോട് അവള് പുറത്തു വരരുത്, അത് മാത്രം ഇപ്പൊ എന്റെ പ്രാർത്ഥന. നീയും സുധിയും തമ്മിലുള്ള ബന്ധം സത്യക്ക് അറിയില്ലല്ലോ. അതറിഞ്ഞാൽ തീർച്ചയായും സത്യ സുധിയെ ഒഴിവാക്കും. ആക്സിഡന്റിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോ സത്യ സുധിയെ ഒഴിവാക്കേണ്ടി വരില്ല. സത്യ എന്ന ചാപ്റ്റർ തന്നെ ഇന്നത്തോടെ അവസാനിക്കും. എന്തായാലും നീ വീട്ടിൽ വിളിച്ച് അമ്മയോടൊന്ന് വരാൻ പറ. ആരും വരണ്ട. ഒരനാഥയെ പോലെ അവൾ ഇവിടെ കിടന്ന് മരിക്കണം. ആ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. വിത്തിൻ 10 minutes. അതിനു മുൻപ് സത്യയുടെ ചരമ വാർത്ത വന്നിരിക്കും. നാളത്തെ പത്രത്തിൽ മരിച്ച സത്യയുടെ ചിരിക്കുന്ന ഫോട്ടോ നമുക്ക് കാണാം. എന്താ വിമല ഇത്? നീ എന്താ ഈ കാണിക്കുന്നേ? വെള്ളമെടുത്ത് കുടിക്കാൻ നോക്കിയതാ, കൈയൊന്ന് വഴുതി. നിന്നോടാരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ പണിയൊന്നും ചെയ്യണ്ടെന്ന്. വയ്യാതെ ഓരോന്ന് ചെയ്യാൻ പോവും. അങ്ങോട്ട് മാറി നിൽക്ക്. അതൊക്കെ ഞാൻ പെറുക്കി വെച്ചോളാം. വേണ്ടമ്മ, ഞാൻ എടുത്തോളാം. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എപ്പോഴും അത് തന്നെയല്ലേ പറയുന്നത്. അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. ചെല്ലേ ചെല്ലേ.
സത്യക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പറയാറായിട്ടില്ല. ബ്ലീഡിംഗ് നിൽക്കുന്നില്ല. സത്യയുടേത് ബി നെഗറ്റീവ് ബ്ലഡാ. കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിലും എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലും അത് സംഘടിപ്പിച്ചേ പറ്റൂ. സംഘടിപ്പിക്കാം ഡോക്ടർ. എന്നാ വേഗമാവട്ടെ. വിൽക്കും. ബ്ലഡ് വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാം സാർ. ബി നെഗറ്റീവ് ആണോ? അല്ല സാർ, ഞങ്ങൾ ഈ സത്യക്ക് മാത്രമേ ആ ഗ്രൂപ്പ് ഉള്ളൂ. പേടിക്കണ്ട, ഞാൻ സംഘടിപ്പിക്കാം. നീ വാ. ബി നെഗറ്റീവ് ബ്ലഡ് എവിടെ നിന്ന് സംഘടിപ്പിക്കും? ദിവ്യയുടെ ബ്ലഡ് ബി നെഗറ്റീവാ. അവളെ വിളിക്കാം. അത് വേണോടാ? വേണം. സത്യയുടെ ജീവൻ രക്ഷിക്കാൻ ദിവ്യയ്ക്ക് കഴിയും. എനിക്ക് വേഗം വിളിക്കും. ആ. എന്താടി? സുധിയാ വിളിക്കുന്ന. ഇവനെന്തിനാ എന്നെ വിളിക്കുന്ന? ഇനി എന്നെ എങ്ങനെ കണ്ടിട്ടുണ്ടാവൂ? നീ ഫോൺ എടുക്ക്. ഹലോ ദിവ്യ, നീ എവിടെയാ? എന്തിനാ വിളിച്ചത്? എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റി. ഫ്രണ്ടിനല്ല, കാമുകിക്കെന്ന് പറ. വളരെ സീരിയസ് ആണ്. അയ്യോ, എന്നിട്ട് ആള് മരിച്ചോ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ദിവ്യ. സുധി അവിടെയാണോ ഉള്ളത്? ആ അതെ. ദിവ്യയുടെ ബി നെഗറ്റീവ് ബ്ലഡ് ആണെന്ന് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ട്. അതെ. ഫ്രണ്ടിൻ്റെതും ബി നെഗറ്റീവാ. ദിവ്യ എന്ന് വന്നാൽ വലിയ ഉപകാരമായിരിക്കും. അയ്യോ, ഞാൻ ഹരിപ്പാടാണല്ലോ. ഹരിപ്പാടോ? ആ അതെ, ഞാനും അമ്മയും അച്ഛമ്മയും കൂടി ഹരിപ്പാടുള്ള ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാ. നമ്മുടെ മാരേജിന് ഒരു തടസ്സം ഉണ്ടാവരുതെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ നാളെ വന്ന് ബ്ലഡ് കൊടുത്താൽ മതിയോ? വളരെ അർജന്റാണ്. ഇപ്പൊ തന്നെ വേണം. അയ്യോ, ഇനി എന്ത് ചെയ്യും? ശരി ശരി, ദിവ്യ ടെൻഷൻ അടിക്കണ്ട. ഞാൻ വേറെ ആളെ നോക്കാം. ശരിയെന്നാ. ഓക്കെ, ബൈ. സത്യക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയാണോ വിളിച്ചത്? എന്റെ ചോര കുടിച്ച് അവൾക്ക് അങ്ങനെ ജീവൻ വെക്കണ്ട. എടി, കാമുകിക്ക് ജീവൻ നൽകാൻ കല്യാണം ഉറപ്പിച്ചവളുടെ രക്തം. നിന്റെ അനിയത്തിക്ക് വേണ്ടിയല്ല ദിവ്യ. അനിയത്തി അനിയത്തി ആയാലും അമ്മയായാലും ശത്രു ശത്രു തന്നെയാ. ഇനി അവള് തിരിച്ചു വരരുത്. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്തു പറ്റില്ല? അവള് സ്ഥലത്തില്ല. ഹരിപ്പാടോ മറ്റോ പോയതാ. എൻ്റെ കയ്യിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നൊരു ഫാദറിൻ്റെ നമ്പറുണ്ട്. എങ്കിൽ വേഗം നോക്ക്. അയ്യോ, ആ നമ്പർ ഡിലീറ്റ് ആയി പോയടാ. ഒറ്റ കീറി വെച്ചെന്നാണ്ടല്ലോ. സാറേ, സാറേ, എന്താ സാറേ, ബ്ലഡ് കിട്ടിയില്ലേ? ഇല്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട. ഞാനൊന്ന് കോളനിയിലേക്ക് വിളിച്ചു നോക്കട്ടെ. സത്യക്ക് ചേരുന്ന ബ്ലഡ് അവിടെ ആർക്കെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ആ, എന്നാ വിളിക്ക്. വിമലേ, നിന്നോട് പോയി കിടക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുക. അമ്മേ, സത്യമോള് അവള് വന്നില്ലല്ലോ. അതാണോ ഇപ്പൊ നിന്റെ വിഷമം?
എന്തോ വല്ലാത്തൊരു മനപ്രയാസം. അവൾ ഇന്നോ നാളെ വരും. സത്യ വരട്ടെ. എന്നിട്ട് നമുക്കൊന്ന് ആശുപത്രി വരെ പോണം. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. എന്താന്നറിയില്ല, മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത. വേണ്ടാത്തത് ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടാ. ഈ വീട്ടില് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെ തോന്നുക. ഇവിടെ എന്താപത്ത് വരാനാ? ദിവ്യയെ നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാൻ പോകുന്നു. സത്യയുടെ കല്യാണം ഏതാണ്ട് ഉറപ്പായത് മാതിരിയാ. പിന്നെ ഉള്ളത് ഞാന്. അഥവാ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും രണ്ടുപേരുടെയും വിവാഹം നീ നല്ലതുപോലെ നടത്തണം. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നായി പറയുന്നേ? പിന്നെ നീ എന്താപത്ത് വരുമെന്ന് വെച്ചിട്ടാ പേടിക്കുന്നത്? സത്യയുടെ കാര്യം ആലോചിക്കുമ്പോ തലയ്ക്കകത്ത് നിന്ന് ഇടിമിന്നല് പോലെ എന്തോ. നീ അകത്തു പോയി കിടന്നേ മോളെ. സത്യയ്ക്ക് ഒന്നും വരില്ല. അവളുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടി സ്വാമി ജപിച്ചു തന്ന ചരട് നമ്മൾ അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തല്ലേ. ആ ഒരു ആശ്വാസമേ ഇപ്പോ ഉള്ളൂ. ആ ചരട് കയ്യിലുള്ളിടത്തോളം കാലം സത്യയ്ക്കൊന്നും വരില്ല. വേണമെങ്കിൽ ആറ്റുകാലമ്മയ്ക്ക് ഒരു നേർച്ച കൂടി നേരാ നമുക്ക്. പോരെ? എന്റെ സത്യമോൾക്ക് ഒരു കുഴപ്പവും വരുത്തല്ലേ അമ്മേ. ഭഗവതി, വാ മോള് വന്നേ. വാ. നീ ആർക്ക് വേണ്ടി എങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്നോടുള്ളതിനേക്കാൾ സ്നേഹം നിനക്ക് സത്യയോടാണോ? വാ, നമുക്ക് പോവാം. സത്യ ഈ അവസ്ഥയിലിട്ടിട്ട് ഒന്ന് കാണുക പോലും ചെയ്യാതെ നിനക്ക് എങ്ങനെ പോകാൻ തോന്നടി? അവള് ചോര വാർന്ന് ചാവുന്നത് കാണാനുള്ള മനക്കരുത്തില്ലാഞ്ഞിട്ടല്ലേ? എടി നീ വരുന്നുണ്ടെങ്കി വാ. ആക്സിഡന്റ് കേസാണെങ്കിൽ കാഷ്വാലിറ്റി ചോദിച്ചാൽ മതി. ഓപ്പറേഷൻ നടത്തിയെന്നാ പറഞ്ഞത്. നിങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ കോളനി താമസിക്കുന്ന തെണ്ടികളാ. സത്യക്ക് ആക്സിഡന്റ് ആയി അറിഞ്ഞിട്ട് വന്നതാ കഴുതകള്. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്തിനാ ഇങ്ങനെ തള്ളിക്കയറുന്നത്? ഇതൊരു ആശുപത്രിയാണ്. ഞങ്ങളുടെ സത്യക്ക് എന്താ പറ്റിയത്? എന്റെ രക്തം എടുത്തോളൂ സിസ്റ്ററെ. സത്യക്കൊന്നും പറ്റരുത്. സത്യക്ക് വേണ്ടി ചാകാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. എന്റെ രക്തം എടുത്തിട്ട് സത്യയുടെ ജീവൻ തിരിച്ചതാ. നിങ്ങൾ വെറുതെ ബഹളം വെക്കാതിരിക്കുക. ഞങ്ങളുടെ സത്യയെ രക്ഷിക്കണം സിസ്റ്ററെ. നിങ്ങൾക്ക് എത്ര ബ്ലഡ് വേണം ഞങ്ങൾ തരാം. ഒരു ലോറി നിറച്ച ആളുകൾ വന്നിട്ടുണ്ട് താഴെ. അവരെ വിളിക്കണോ? നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. സത്യയുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ എന്തിനും തയ്യാറാണ്. വേഗം ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ സിസ്റ്ററെ. കുരുവി, എന്താടാ സത്യമൊക്കെ എന്താ പറ്റിയത്? ഗോപിയേട്ടാ, ബഹളം വയ്ക്കല്ലേ. ഇതൊരു ആശുപത്രിയാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ സത്യം കാണണം. ചേട്ടാ, ഒരു കുഴപ്പമില്ല ഏട്ടാ സത്യക്ക്. എന്താ എന്താ ഇവിടെ പ്രശ്നം? സത്യക്ക് എന്താ പറ്റിയത്? സത്യക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സത്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നമ്മളിപ്പോ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. സാർ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോരുത്തരായി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബി നെഗറ്റീവ് രക്തമാണ് സത്യക്ക് വേണ്ടത്. ശരി സാർ. ആ രക്തമുള്ളവർ മാത്രം ഇവിടെ നിന്നാ മതി. ഞങ്ങൾക്ക് സത്യം ഒന്ന് കാണണം സാർ, പ്ലീസ്. എല്ലാത്തിനും വഴി ഉണ്ടാക്കാം.
ആദ്യം നിങ്ങൾ സിസ്റ്റർ പറയുന്നത് കേൾക്കൂ. എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല. തൽക്കാലം നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ചെല്ല്.